അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പുണ്യം പറയുന്നത് കേട്ടോളൂ. ഇദാ തവല്ല അൽ അബ്ദുൽ മുസ്ലിമു അവിൽ മുഅ്മിനു ഫഗസല വജ്ഹഹു ഖറജ മിൻ വജ്ഹിഹി കുല്ല ഖതീഅത്തിൻ നദറ ഇലൈഹാ ബിഐനൈഹി മഅൽ മാഇ ഔ മഅ ആഖിരി ഖത്രിൽ മാ. ഒരു അടിമയാ, ഒരു മുസ്ലിമായ അടിമ അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസി വുദൂ ചെയ്യുമ്പോൾ അതേ അവന്റെ മുഖം അവൻ കഴുകുന്നു. അങ്ങനെ മുഖം കഴുകുമ്പോൾ ആ മുഖത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അവന്റെ ഇരു കണ്ണുകൾ കൊണ്ടും അവൻ നോക്കിയിട്ടുള്ള പാപത്തിന്റെ കറകളെല്ലാം ആ വെള്ളത്തോടുകൂടെ ആ മുഖത്തു നിന്ന് വലിച്ചിറങ്ങുന്ന അവസാന തുള്ളിയോടുകൂടെ അവന്റെ മുഖം മുഖേന സംഭവിച്ചിട്ടുള്ള, അവന്റെ കണ്ണുകൾ മുഖേന സംഭവിച്ചിട്ടുള്ള ചെറുദോഷങ്ങൾ അതിലൂടെ ഒലിച്ചിറങ്ങിപ്പോകുന്നു. അതിന് മുഖം പൂർണ്ണമായി കഴുകണം. മുഖം എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഇസ്ലാം ഒരളവ് നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മളെ സൗകര്യത്തിന് കുറച്ച് ഇങ്ങനെ തേക്കലല്ല. മുഖം എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ പരിധി എത്രയാ? നെറ്റിത്തടത്തിൽ മുടി മുളക്കുന്ന സ്ഥാനം മുതൽ കീഴ്ത്താടിയല് വരെ, അതുപോലെ തന്നെ ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ, ഇതാ മുഖത്തിന്റെ അതിര്. അവിടെ കൃത്യമായിട്ട് നനയണം. നമ്മൾ തിരക്ക് പിടിച്ച് ഇങ്ങനെ ഇട്ടൊരക്കും. ചില ആളുകൾ മുഖം ഇങ്ങനെ ഇട്ടൊരക്കും, ഇവിടെ ഒന്നും നനഞ്ഞില്ല, ഉളു പൂർണ്ണാവില്ല. പരിപൂർണമായിരിക്കണം ഉളു. വജ്ഹ് അത് പൂർണ്ണമായി, മുഖം കൃത്യമായി തന്നെ അവൻ കഴുകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫൈദാ ഗസല യദൈഹി ഖറജ മിൻ യദൈഹി, അവന്റെ ഇരു കൈകളും അവൻ കഴുകുന്ന വേളയിൽ അതേ അവന്റെ കൈകൊണ്ട് അവൻ പിടിച്ചിട്ടുള്ള, അതേ വന്നുപോയിട്ടുള്ള ചെറുദോഷങ്ങളതാ ആ കയ്യിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന അവസാന തുള്ളി വെള്ളത്തിലൂടെ ഒഴുകി ഒലിച്ചു പോകുന്നു. അപ്പൊ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും അത് മുഖേന സംഭവിച്ചിട്ടുള്ള ചെറുദോഷങ്ങൾ എന്ന് പറയാൻ എന്താ കാരണം? വൻപാപങ്ങൾ ഇങ്ങനെ ഉളുകൊണ്ടൊന്നും പോവില്ല. വൻപാപങ്ങൾ ചെയ്തവര് തൗബ തന്നെ ചെയ്യണം. വൻപാപങ്ങൾ, ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഇതേ രൂപത്തിലുള്ള ഇബാദത്തുകൾ മുഖേന അവക്ക് പരിഹാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുപോലെ തന്നെ ഫൈദാ ഗസല റിജ്ലൈഹി, അതേ കൈ കഴുകുമ്പോൾ മുട്ടുൾപ്പെടെ കൃത്യമായി, അത് ഓരോന്നും വിശദീകരിക്കേണ്ടതില്ല, കൃത്യമായി കൈ കഴുകണം. അതുപോലെ തന്നെ കാല് കഴുകുമ്പോൾ ആ കാല് മുഖേന അവൻ നടന്നുപോയ ചെറുദോഷങ്ങൾ അത് മുഖേന അല്ലാഹു റബ്ബുൽ ആലമീൻ അവനിൽ നിന്നതാ പുറത്തു കൊടുക്കുന്നു. ആ വെള്ളത്തിന്റെ അവസാന തുള്ളിയോടൊപ്പം അതൊഴുകി ഒലിച്ചു പോകുന്നു. അങ്ങനെ ഹത്താ യഖ്റുജ നഖിയ്യം മിനദ്ദുനൂബി, പാപങ്ങളിൽ നിന്ന് പരിശുദ്ധനായി കൊണ്ടാണ് വുദൂഇൽ നിന്ന് അവൻ പുറത്തു കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു വുദൂ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾക്കൊരു പരിഹാരം കൂടിയാണ്. ഉളുവെടുക്കുന്ന വെള്ളത്തിലൂടെ പാപക്കറകൾ ഒലിച്ചു നീങ്ങുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മൻ തവല്ലഅ, ആരെങ്കിലും വുദൂ ചെയ്യുകയും ഫഅഹ്സനൽ വുദൂഅ, വുദൂ വളരെ നന്നായി നിർവഹിക്കുകയും ചെയ്താൽ, വുദൂഇനെ നന്നാക്കിയാൽ, അവിടെയൊക്കെ ഹദീസുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഇത് പറയുന്നുണ്ട്. വുദൂ നന്നാക്കണം, വുദൂ പൂർണ്ണമായി എടുക്കണം. ആ നിലക്ക് ചെയ്താൽ ഖറജത് ഖതായാഹു മിൻ ജസദിഹി ഹത്താ തഖ്റുജ മിൻ തഹ്തി അദ്ഫാരിഹി, അവന്റെ ശരീരത്തിൽ നിന്ന് അതാ അവന്റെ നഖത്തിനടിയിലൂടെ അവന്റെ പാപങ്ങളതാ പുറത്തു പോവുകയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ സഹോദരന്മാരെ, ഒരൊറ്റ വുദൂ മുഖേന തന്നെ നമുക്ക് ലഭിക്കുന്ന അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ തന്നെയാണ് നാം വുദൂ ചെയ്യേണ്ടത്. അങ്ങനെ വുദൂ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സുമ്മ യഖൂലു, പിന്നെ അവൻ പറയണം, ഇത് പഠിക്കണം, ഇതൽപ്പം ചൊല്ലാനുണ്ട്. അതെന്താ? അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അത്രയെങ്കിലും മിനിമം പറയണം, അത്രയെങ്കിലും മിനിമം പറയണം വുദൂ എടുത്തു കഴിഞ്ഞാൽ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവൻ ഒരു പങ്കാളിയുമില്ല. വഅശ്ഹദു അന്ന മുഹമ്മദൻ, നിശ്ചയം അല്ലാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അബ്ദുഹു, അല്ലാഹുവിന്റെ അടിമയാണ്. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തൗഹീദിന്റെ പ്രഖ്യാപനം.
സത്യസാക്ഷ്യവചനം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം വുളു എടുത്തു കഴിഞ്ഞാൽ, ഇത്രയെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അവന്റെ മുമ്പിൽ മലർക്കെ തുറക്കപ്പെടും. നാളെ മഹ്ശറിൽ പരലോകത്ത് അവന് സ്വർഗം 8 കവാടാണ് സ്വർഗത്തിനുള്ളത്. സ്വർഗത്തിന് 8 കവാടവും നരകത്തിന് 7 കവാടവുമാണെന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ 8 കവാടമാണ് എന്ന് സ്വർഗത്തെപ്പറ്റി നമ്മൾ ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ ആ 8 കവാടങ്ങളും അവന്റെ മുമ്പിൽ തുറക്കുന്നു. യദ്ഖുലു മിൻ അയ്യിഹാ ശാ, ഏതിലൂടെ വേണമെങ്കിലും പ്രവേശിക്കാം. ഇത്രയും ഒരു പുണ്യമുള്ള സംഗതിയാണ് വുളു എടുത്തു കഴിഞ്ഞാലുള്ള ഈ ദിക്ർ. ഇതിന് അല്പം സുദീർഘമായൊരു ഭാഗമുണ്ട്. അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നതിന്റെ ശേഷം അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ, അല്ലാഹുവേ നീ എന്നെ പശ്ചാത്തപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണമേ. വജഅൽനി മിനൽ മുതതഹിരീൻ, ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലും ശുദ്ധി പാലിക്കുന്നവരുടെ കൂട്ടത്തിലും നീ എന്നെ ഉൾപ്പെടുത്തേണമേ എന്നുകൂടി അതിന്റെ ബാക്കി ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും.